നടൻ ദുൽഖർ സൽമാന്റെ ഒരു കാർ കൂടി കസ്റ്റംസ് പിടികൂടി. നിസാൻ പെട്രോൾ Y60 കാറാണ് പിടികൂടിയത്. കൊച്ചിയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. വിവരങ്ങളുമായി നിതിൻ സേവ്യറുണ്ട്. നിതിൻ, എപ്പോഴായിരുന്നു പരിശോധന? എന്തൊക്കെ നടപടിക്രമങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക? മുൻപാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ദുൽഖറിന്റെ എറണാകുളം വെണ്ണലയിലുള്ള ഫ്ളാറ്റിൽ നിന്നും ദുൽഖറിന്റെ ബന്ധുവീട്ടിൽ നിന്നും എറണാകുളം വെണ്ണലയിലുള്ള ദുൽഖറിന്റെ ബന്ധുവീട്ടിൽ നിന്നും ഈ വാഹനം കണ്ടെത്തുന്നത്. ദുൽഖറിന്റെ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് നിസാൻ പെട്രോൾ Y60 എന്ന മോഡൽ കാറാണ്. ചുമന്ന റെഡ് കളറിലുള്ള വാഹനമാണ് ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഒരു വാഹനം കസ്റ്റംസ് ദുൽഖറിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ 3 വാഹനങ്ങൾ കൂടി കണ്ടെത്താനുണ്ട് എന്ന് കസ്റ്റംസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ വാഹനങ്ങളിൽ ഒന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകളടക്കം അഴിച്ചു മാറ്റിയ നിലയിലാണ് നിലവിൽ ഈ ബന്ധുവീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ദുൽഖറിന്റെ ബന്ധുവീട്ടിൽ ഈ ഫ്ളാറ്റിലെത്തി ഈ വാഹനത്തിന്റെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ വാഹനം കസ്റ്റഡിയിലെടുത്ത് ഫ്ളാറ്റിൽ തന്നെ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നേരത്തെ ഈ ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾ നടൻ അമിത് ചക്കാലക്കലിന്റെ അടക്കം വാഹനങ്ങൾ പിടികൂടിയിരുന്നു. ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെ അടക്കം വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്നും ഒരു വാഹനം നിലവിൽ പിടികൂടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ദുൽഖറിന്റെ 3 വാഹനങ്ങൾ കൂടി വേണ്ടി കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ആ പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ ഒരു വാഹനം കൂടി ലഭിച്ചിരിക്കുന്നത്. ഈ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ മുക്കൂറുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധനയാണ് സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ആ പരിശോധനയുടെ ഭാഗമായി നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുര സ്വദേശിയുടെ ഫസ്റ്റ് ഓർഡർ വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം അമിത് ചക്കാലക്കലിനെ 2 തവണ കസ്റ്റംസ് ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അമിത്തിന്റെ വാഹനവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുണ്ടെന്നും ഇതിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അമിത്തിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം ദുരൂഹതയുണ്ടെന്നും കസ്റ്റംസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ മറ്റൊരു വാഹനം കൂടി നിലവിൽ കണ്ടെത്തിയിട്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ദുൽഖർ സൽമാൻ ഒരു ഹർജി ഫയൽ ചെയ്തു. അതായത് തന്റെ വാഹനം നിയമവിരുദ്ധമായി പിടിച്ചെടുത്തു അല്ലെങ്കിൽ തനിക്ക് തന്നെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ ഈ ലഹരിക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായൊക്കെ ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വാഹനം തിരികെ ലഭ്യമാക്കണം, വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദുൽഖർ സൽമാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ ചൊവ്വാഴ്ച വാദം കേൾക്കാനിരിക്കുക കസ്റ്റംസിന്റെ മറുപടി, കസ്റ്റംസിന്റെ വിശദീകരണം ഈ ഹർജിയിൽ ചോദിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വാദം കേൾക്കാനിരിക്കുകയാണ് കസ്റ്റംസ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു വാഹനം കൂടി പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത് ലക്കി ഭാസ്കർ എന്ന സിനിമയിലടക്കം ഉപയോഗിച്ചിട്ടുള്ള ചുമന്ന നിറത്തിലുള്ള നിസാൻ പെട്രോൾ Y60 എന്ന മോഡൽ വാഹനമാണ് നിലവിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. വെണ്ണലയിലുള്ള ദുൽഖർ സൽമാന്റെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വാഹനം കണ്ടെത്തിയിട്ടുള്ളത്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളടക്കം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ വാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഈ പരിശോധന ആരംഭിച്ച ശേഷമാണോ ഇത്തരത്തിൽ വാഹനം കൊണ്ടുവന്നതെന്ന്, ഇതിന്റെ നമ്പർ പ്ലേറ്റുകളടക്കം ഊരി മാറ്റിയ സാഹചര്യം എന്താണെന്നൊക്കെ തന്നെ കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ദുൽഖർ സൽമാന്റെ 2ാമതൊരു വാഹനം കൂടി പിടിച്ചുകൂടിയിട്ടുണ്ട്. 4 വാഹനങ്ങൾ ദുൽഖർ സൽമാൻ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന തരത്തിൽ 4 വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊരു വാഹനം നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഒരു വാഹനത്തിന്റെ പരിവാഹൻ സൈറ്റിലെ വിശദാംശങ്ങളിലടക്കം വലിയ തോതിലുള്ള സംശയം കസ്റ്റംസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ 2038 വരെയാണ് ദുൽഖറിന്റെ നേരത്തെ പിടികൂടിയ വാഹനത്തിന്റെ ഫിറ്റ്നസ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ 28 വർഷം വഴക്കമുള്ള വാഹനമാണ്. അപ്പോൾ 5 വർഷം മാത്രമാണ് റീടെസ്റ്റിൽ ഫിറ്റ്നസ് ലഭിക്കുക. പക്ഷേ ഇപ്പോൾ നേരത്തെ പിടിച്ചെടുത്ത വാഹനത്തിന് 2038 വരെ പരിവാഹൻ സൈറ്റിൽ ഫിറ്റ്നസ് അടക്കം കാണിച്ചത് വലിയ തോതിൽ സംശയമുളവാക്കുന്നതാണ് എന്ന് നേരത്തെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു വാഹനം കൂടി ദുൽഖർ സൽമാന്റെ പിടിച്ചെടുത്തിരിക്കുന്നത്. എറണാകുളം വെണ്ണലയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് നിസാൻ പെട്രോൾ Y60 എന്ന മോഡൽ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. ഹരി.